എല്ലാവർക്കും സ്വാഗതം. പരീക്ഷാക്കാലമാണ് വരാൻ പോകുന്നത്. SSLC, +2 മറ്റ് പൊതുപരീക്ഷകളൊക്കെ അടുത്ത മാസങ്ങളിൽ വരാൻ പോവുകയാണ്. പരീക്ഷാക്കാലമായാൽ എങ്ങനെ പഠിക്കണമെന്നുള്ളതും വളരെ പ്രധാനമാണ്. ചിലപ്പോൾ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ആവശ്യം പോലെ അല്ലെങ്കിൽ ഇത്രയേറെ പ്രാധാന്യം കൊടുത്ത് പഠിച്ചിട്ടുണ്ടാകണമെന്നില്ല. പക്ഷെ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കാനോ വ്യാകുലപ്പെടാനോ ഉള്ള സമയമല്ല ഇത്. പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് ഞാൻ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ സന്നദ്ധനായിരിക്കുന്നു എന്നുള്ള ആത്മവിശ്വാസമാണ്. ആത്മവിശ്വാസത്തോടെ എനിക്ക് പഠിക്കാൻ കഴിയുമെന്നും പരീക്ഷ നന്നായി ജയിക്കുമെന്നുള്ള ബോധത്തോടു കൂടി പരീക്ഷയെ അഭിമുഖീകരിക്കുക. മറ്റൊന്ന്, ഈ പഠിക്കുന്ന കാര്യങ്ങൾ കുറഞ്ഞ സമയങ്ങളിലേക്ക് ക്ലിപ്തപ്പെടുത്തി പഠിക്കുക. സാധാരണ സ്പേസ്ഡ് ലേണിംഗ് എന്ന് അതിനെ വിളിക്കാറുണ്ട്. അതായത് 1, 2, 3 മണിക്കൂറൊക്കെ ഒന്നിച്ച് പരീക്ഷയെ പേടിച്ചുകൊണ്ട് ഒന്നിച്ച് ഇരുന്ന് പഠിക്കുന്നതിന് പകരം കുറഞ്ഞ സമയം ഒരു 20, 25 മാക്സിമം വന്നു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ പഠിച്ച് 5-10 മിനിറ്റ് സമയം വിശ്രമത്തിന് വേണ്ടി ഉപയോഗിക്കണം. ഈ വിശ്രമ സമയത്ത് മൊബൈലോ അതുപോലെയുള്ള ഇലക്ട്രോണിക് മീഡിയകളിലേക്കോ പോകാതെ അല്പം കുറച്ച് പാട്ട് കേൾക്കുകയോ ചെടികളെ പൂന്തോട്ടങ്ങൾ സന്ദർശിക്കുകയോ ചെറിയ കുട്ടികളോട് സംസാരിക്കുകയോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ട് അടുത്ത പാഠഭാഗങ്ങൾ പഠിക്കണം. ഇങ്ങനെ പാഠഭാഗങ്ങൾ പഠിക്കുന്ന സമയങ്ങളിൽ 2-3 ടോപ്പിക്കുകൾ തിരഞ്ഞെടുക്കുക. ആ തിരഞ്ഞെടുക്കുന്ന ടോപ്പിക്കുകൾ തന്നെ എല്ലാം വിഷമമേറിയ ടോപ്പിക്കുകളാകുന്നതിന് പകരം ഒരു എളുപ്പമുള്ളതും 2 വിഷമമുള്ളതും ആ രീതിയിലൊക്കെ ക്രമപ്പെടുത്തിയാൽ വളരെ ഉപകാരപ്പെടുന്നതായിരിക്കും. മറ്റൊന്ന് സൂചിപ്പിക്കാനത് ഉറക്കാണ്. പരീക്ഷാകാലമായി കഴിഞ്ഞാൽ പല കുട്ടികളും ഉറക്ക് തീരെ ഒഴിവാക്കില്ല. ഉറക്ക് വളരെ കുറച്ച് 2-3 മണിക്കൂറൊക്കെ ഉറങ്ങുന്ന ഒരു സാഹചര്യം പലപ്പോഴും കാണാറുണ്ട്. ഇത് വളരെ അപകടം ചെയ്യുന്ന ഒരു പ്രവണതയാണ്. നമ്മുടെ തലച്ചോറിലേക്ക് അല്ലെങ്കിൽ ഓർമ്മയിലേക്ക് മെമ്മറിയിലേക്ക് കയറുന്ന വസ്തുതകൾ പഠിക്കുന്ന കാര്യങ്ങൾ ലോങ് ടേം മെമ്മറിയിലേക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ ആവശ്യമായ ഉറക്ക് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് പരീക്ഷാക്കാലത്ത് 6-7 മണിക്കൂറെങ്കിലും മിനിമം ഉറക്കിന് വേണ്ടി ഉപയോഗിക്കണം. മറ്റു കാര്യങ്ങൾ നമുക്ക് വഴിയെ പറയാം. ഓക്കെ.